മറവിലേക്ക് പറന്നുപോയേ മതിയാകും. ലോകം നിനക്ക് ശാശ്വതമല്ല, ലോകത്തിന്റെ നിർത്തുകയില്ല. പറന്ന പ്രാവ് കടുത്തൂക്കുകളെ തിരക്കിപ്പോവുകയില്ല. കടുത്തൂക്കിന്റെ ഏതെങ്കിലും മറവിൽ പാറയുടെ പിളർന്നിരുന്ന് ഈ പ്രാവിന് കുറുകി ചരഞ്ഞു. ഈ പ്രാവിന് കുറുകി ചരഞ്ഞു. എന്റെ ഇടപ്രാവേ നീ എന്തു വരും? എന്റെ ഇടപ്രാവേ നീ എന്തു വരും? നമ്മുടെ ഇടപ്രാവിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ മരിച്ചങ്ങോട്ട് പോകാൻ ജനിച്ചിങ്ങോട്ട് വന്നപ്പോ നമ്മുടെ യേശുവിന്റെ പ്രത്യേകത അറിയാമോ? തിരിച്ചിങ്ങോട്ട് വരാൻ അങ്ങോട്ട് പോയവനാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാലെന്താ? ഇവിടെ ഒത്തിരി മിടുക്കന്മാരുണ്ടായി, യുഗപ്രഭാവന്മാരുണ്ടായി, താത്വികാചാര്യന്മാരുണ്ടായി, ഉരുക്കു പല്ലുകൊണ്ട് ഉലകത്തെ ചവച്ചരയ്ക്കുന്ന കെങ്കേമന്മാരുണ്ടായി. അരിസ്റ്റോട്ടലും സോക്രട്ടീസും പ്ലേറ്റോയും നെപ്പോളിയൻ ബോണപ്പാർട്ടും ചാർലി മെയിനും അങ്ങനെ വേണ്ട ഒത്തിരി ഒത്തിരി വിവിധ രീതികളിലുള്ള രാഷ്ട്രീയ ആചാര്യന്മാരിവിടെ ഉണ്ടായി. അവരൊക്കെ ജനിച്ചിങ്ങോട്ട് വന്ന് ഒരു ദിവസം മരിച്ച് അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ യേശുവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ തിരിച്ചിങ്ങോട്ട് വരാനായി മരണത്തെ ഉയർത്തെഴുന്നേറ്റ് അവൻ അങ്ങോട്ട് പോയിരിക്കുക. ആ കാഴ്ച കണ്ട് നോക്കി നിന്ന ശിഷ്യന്മാർക്ക് ദൂതന്മാർ പ്രത്യക്ഷമായി പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ നിങ്ങൾ കണ്ടതുപോലെ അവൻ മടങ്ങി വരും. നമ്മുടെ യേശു മടങ്ങി വരും. യേശു മരിച്ചത് മാത്രമല്ല ക്രിസ്ത്യാനിത്വത്തിന്റെ പൂർണ്ണത. യേശു അടക്കപ്പെട്ടതല്ല ക്രിസ്ത്യാനിത്വത്തിന്റെ പ്രധാന ഉപദേശം. അവൻ കല്ലറയിൽ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതും. ഹല്ലേലൂയ. ഞങ്ങളുടെ ഉപദേശത്തിന് മാറ്റുകൂട്ടുന്നെങ്കിലും ഞങ്ങളുടെ ഉപദേശത്തിന്റെ പൂർണ്ണത കിടക്കുന്നത് അവൻ മടങ്ങി വരുമെന്നും കത്തിരിക്കുന്നവന്റെ ഭക്തന്മാരെ ചേർക്കുമെന്നും അവർക്ക് വേണ്ടി പ്രതിഫലങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ വരവ് എങ്ങനെയായിരിക്കും? ധന്യനായ പൗലോസ്ലീഹ തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതി 4:16 കർത്താവ് ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ട അവനെ എതിരേൽപ്പാൻ. ഹല്ലേലൂയ. ധന്യനായ പൗലോസ്ലീഹയുടെ ഹൃദയത്തിലെ വലിയ ആഗ്രഹമായിരുന്നു താൻ ജീവനോടെ ഇരിക്കുമ്പോൾ. അതുകൊണ്ടാണ് താൻ എഴുതിയത് 1:15 വാക്യങ്ങൾ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. തന്റെ ആഗ്രഹം താൻ ജീവിച്ചിരിക്കുമ്പോൾ. എന്റെ കൊച്ചു മനസ്സിന്റെ ആഗ്രഹം ഞാൻ വിളിച്ചു പറയട്ടെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ അരുമനാഥന്മാർ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ എന്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, ഈ തലമുറയിൽ നീ വന്നായിരുന്നെങ്കിൽ. So I would like to call this generation is a parousia generation. കർത്താവിന്റെ വരവിന്റെ തലമുറയാണിത്. ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം, ഇനി ലോക ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം മൂന്നാം ലോകമഹായുദ്ധമല്ല, ഇനി നടക്കാൻ പോകുന്ന ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തിന്റെ അനന്തരഫലങ്ങളല്ല. ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം വാനമേഘങ്ങളെ താണ്ടി നമ്മുടെ കർത്താവ് ഇറങ്ങി വരുമെന്നും വിശുദ്ധന്മാർ ഇവിടെ പറന്നു പോകുമെന്നുള്ള ആ വലിയ പ്രത്യാശയുടെ നാളുകളായത്. ഹല്ലേലൂയ. വേദപുസ്തകവും അനുദിനം പത്രവുമായി ചേർത്ത് വായിച്ചു നോക്ക്. വേദപുസ്തകം ഇന്നലെ പറഞ്ഞത് ഇവിടെ പത്രങ്ങൾ ഇന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എന്ത് നാളെ നടക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിൽ അതിപ്രധാനമായ ഈ ശബ്ദങ്ങളുടെ അകമ്പടി ഉണ്ടാകുമ്പോൾ അതിലെ ഒരു ശബ്ദത്തെ ഞാനൊന്ന് ചെറുതായി വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് ഗംഭീരനാദത്തോടെ. എന്തായി ഗംഭീരനാദം എന്ന് പറഞ്ഞാൽ? വളരെ നല്ലതാണ്. നമ്മുടെ നാട്ടിലൊക്കെ കല്യാണത്തിന് ഗംഭീരൻ സദ്യയായിരുന്നു പറയും. ഗംഭീരൻ വരവേൽപ്പെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ ഗംഭീരൻ വരവേൽപ്പ്? എന്താ ഗംഭീര സദ്യ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ വിളമ്പുന്ന സദ്യയേക്കാൾ എന്തൊക്കെയോ വിഭവങ്ങൾ വിശേഷമായി വിളമ്പിട്ടുണ്ട്. ഗംഭീര വരവേൽപ്പ് എന്ന് പറയുന്നത് സാധാരണത്തെക്കാൾ കൂടുതൽ ആൾക്കാർ, കൂടുതൽ ആനകളും അമ്പാരിയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഗംഭീരമായ വരവേൽപ്പ്. അപ്പോ അസാധാരണമായ, സാധാരണത്തെക്കാൾ ഗംഭീര ശബ്ദം നമുക്കിങ്ങനെ പറയാം. അതിനെ അസാധാരണമായ, ഇല്ലെങ്കിൽ കുറെ കൂടെ മെച്ചമായ, ഉറച്ച ഗംഭീര ശബ്ദം എന്ന പൗലോസ്ലീഹ എഴുതുമ്പോൾ ഈ പദത്തിന് യോഹന്നാനും മത്തായിയും എഴുതിയിരിക്കുന്ന ഉറക്കെയുള്ള ശബ്ദം. ഉറക്കെയുള്ള ശബ്ദം.
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ജീവിതത്തിൽ ചരിത്രത്തിൽ 2 പ്രാവശ്യം ഈ ശബ്ദം ഉറക്കെയായതായി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത് യേശുവിന്റെ ശബ്ദം ഉറക്കെയായത് ലാസറിന്റെ കല്ലറയിലാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 43-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യേശു ഉറക്കെ വിളിച്ചു, ലാസറേ പുറത്തു വരിക. എഴുതിയിരിക്കുന്ന പദം ഉറക്കെ വിളിച്ചു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 51-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ തിരശ്ശീല അടി മുതൽ മുകൾ വരെ 2 കീറിപ്പോയി. എപ്പോൾ? 50-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ യേശു ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു. 2 പ്രാവശ്യം. മത്തായി സുവിശേഷം 51-ന് താഴോട്ടുള്ള ഭാഗങ്ങളിൽ നാം ഇങ്ങനെയാ വായിക്കുന്നത്, മരിച്ച പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ കല്ലറകളിൽ ജീവനോടെ പുറത്തു വന്നു. യേശുവിന്റെ മരണത്തെങ്കിൽ യേശു ഉറക്കെ നിലവിളിച്ചപ്പോൾ. ഗംഭീര ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? മരിച്ചവനെ മരണത്തിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നതാണ്. ഇവിടുത്തെ എല്ലാ മിടുക്കന്മാരുടെയും പ്രതീക്ഷ ശവക്കല്ലറ കൊണ്ട് തീരുമ്പോ യേശുവിനെ അനുഗമിക്കുന്നവന്റെ പ്രത്യാശ ശവക്കല്ലറയ്ക്കും അപ്പുറത്ത് നീളുക. അവൻ മരിച്ച വർഷങ്ങളായാലും നൂറ്റാണ്ടുകളായാലും അവന്റെ കാഹളത്തിങ്കൽ മണ്ണിൽ നിന്ന് ജീവനോടെ എഴുന്നേറ്റ് വരും. പൗലോസ് പറയുന്നത്, ജീവനോടെ ശേഷിക്കുന്നവരെക്കാൾ മരിച്ചവരാണ് ആദ്യമേ എഴുന്നേൽക്കുന്നത്. ഓരോരുത്തർക്കും താന്താനുള്ള നിലയുള്ളത്രേ. നമ്മുടെ കർത്താവ് വീണ്ടും വരും. നമ്മുടെ കർത്താവ് വീണ്ടും വരും. അതിന്റെ ലക്ഷണങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ ശബ്ദമുറക്കെയായി മരണത്തിൽ നിന്ന് അവൻ പുറത്തു വന്നു. കാൽവറി ക്രൂശിൽ ഉറക്കെയായ യേശുവിന്റെ ശബ്ദം, ഇരു കൈകളും ആടുകളാൽ അടിക്കപ്പെട്ട് നാവാക്കോട് വറ്റി വരട്ടെ, കൈകാലുകൾ കുത്തി തുളയ്ക്കപ്പെട്ട് മാറിൽ നിന്ന് രക്തം വാർന്നൊഴുകി പഞ്ചമുറിവുകളാൽ ശരീരം മുഴുവൻ വേദനിച്ച് ഇഞ്ചോടിച്ച് മരണത്തുമായി മല്ലിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്റെ കാലുകളിൽ ശക്തി കൊടുത്ത് കൈകൾ കൊണ്ട് ശരീരത്തെ ഒരു സ്വല്പം മുകളിലേക്ക് ഉയർത്തി അണ്ണാക്കോട് വറ്റിപ്പോയ നാവിൽ അവസാനത്തെ ശബ്ദമുറക്കെ യേശു നിലവിളിച്ചു, സകലതും കൊടുത്തു തീർന്നു. എന്ത് കൊടുത്തു തീർന്നു? മനുഷ്യവർഗത്തിന്റെ സകല പാപത്തിന്റെ കടഭാരവും ക്രൂശിൽ അവൻ കൊടുത്തു തീർന്നു. എന്നെ കേൾക്കുന്ന മാന്യ സഹോദര സഹോദരി, നിന്റെ പാപം എത്ര കടുച്ചുവപ്പായാലും കഴുകാമെന്ന് വാഗ്ദാനം ചെയ്തത് അതുകൊണ്ടാണ്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു പരസ്യം കേട്ട് കാണത്തില്ല. ഏത് വലിയ കൊലയാളിയാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാം. അഡ്വക്കേറ്റ് ജനാർദ്ദനൻ നായർ MA LLB അങ്ങനെ ഒരു പരസ്യം നിങ്ങൾ കേട്ട് കാണാം. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു പരസ്യം കേട്ട് കാണത്തില്ല. എത്ര വലിയ കൊലപാതകം ചെയ്തിട്ടും ഇങ്ങനെ വരിക, ഞാൻ